ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മുന്നണി വിപുലീകരിക്കാൻ രഹസ്യ നീക്കങ്ങളുമായി UDF. കേരള കോൺഗ്രസ് എം നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടന്നുവെന്ന സൂചന. RJDയെയും മുന്നണിയിലെത്തിക്കാൻ നീക്കം തുടങ്ങി. ഇതിനിടെ തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിനെതിരായ LDF സമരത്തിൽ നിന്നും ജോസ് കെ മാണിയും MV ശ്രേയാംസ്കുമാറും വിട്ടുനിൽക്കുകയാണ്. RJDയുടെ ഏക MLA ആയ KP മോഹനും സമരത്തിലില്ല. മുന്നണിയിൽ തുടരണമെങ്കിൽ അർഹിച്ച പരിഗണന നൽകണമെന്ന ഉപാധിയും RJD LDFന് മുന്നിൽ വച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി തിരിച്ച് ഒരു ചർച്ചയില്ല, 100% ഒന്നിച്ചാണ്. ഇവിടെ മുന്നണി വിടണോ വിടണ്ട എന്നുള്ള ഒരു ചർച്ചയില്ല. പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്, ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. ആരും അതിനെ തിരിച്ചിട്ടൊരു അഭിപ്രായം നിലവിലില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല പരിഗണന തന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ UDF വിട്ടു വന്ന സമയത്ത് അപ്പോൾ അത് നല്ലൊരു തുടക്കമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് കുറേ പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല, ബോർഡ് കോർപ്പറേഷനിൽ മാന്യമായ പരിഗണന ലഭിച്ചിട്ടില്ല, അങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ പൂർണ്ണമായും തുറന്ന മനസ്സോടുകൂടി ഞങ്ങളുടെ പാർട്ടിയോട് ഒരു സമീപനം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്തവണ ഞങ്ങൾക്ക് മാന്യമായി കുറച്ചുകൂടി നല്ല പരിഗണന കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റോഷിപാൽ, റഹീസ് റഷീദ്, AK അഭിലാഷ് എന്നിവർ വിവരങ്ങളുമായി. ആദ്യം റോഷിപാലിലേക്കാണ്. റോഷിപാൽ, വളരെ നേരത്തെ തന്നെ മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്നുള്ള പ്രതികരണങ്ങൾ നേതാക്കൾ നടത്തിയിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പ്രധാനപ്പെട്ട നേതാവ് ജോസ് കെ മാണി അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തി. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് ചെന്ന് എങ്ങോട്ടുമില്ല എന്ന് ഉറപ്പ് നൽകി എന്നുള്ള വിവരങ്ങളും വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ 2 LDF യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള ആദ്യത്തെ സത്യഗ്രഹ സമരത്തിൽ നിന്നും മാറി നിൽക്കുന്നു. എന്ത് സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? UDFുമായി അനൌദ്യോഗിക ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ടോ കേരള കോൺഗ്രസ് മാണി വിഭാഗം? സ്മൃതി, UDFിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട LDFിലെ പ്രധാന കക്ഷികളെ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം, RJD അടക്കമുള്ള കക്ഷികളെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ്. അതിൽ ചില നേതാക്കളുമായി, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ചില നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടന്നുവെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏറെ വൈകാതെ അനുകൂലമായ തീരുമാനം ഈ കക്ഷികളിൽ നിന്നും ഉണ്ടാകുമെന്ന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ UDFിന്റെ തുടക്കം മുതൽ തന്നെയുള്ള UDFിനൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു ഘട്ടത്തിൽ ആശയവിനിമയത്തിലെ പിഴവ് കാരണമാണ് പുറത്തേക്ക് പോയത് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കുമുള്ളത്. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി അവർ തിരിച്ചുവരാനുള്ള സന്നദ്ധതയിലേക്കാണ് പോകുന്നത് എന്ന വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അതിന് കോൺഗ്രസ് തന്നെ മുൻകൈയെടുക്കുന്നു. മുസ്ലിം ലീഗും മുൻകൈയെടുത്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കം. അത് വളരെ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. സ്മൃതി പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ആ നീക്കം സജീവമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പാലാ സീറ്റ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് എത്തുകയാണെങ്കിൽ കൊടുക്കാനായി തയ്യാറാണ് എന്ന നിലപാടിലേക്ക് UDF എത്തുന്നു. അവിടെ അങ്ങനെ ആ തരത്തിൽ സീറ്റുകൾ നൽകിക്കൊണ്ട് നേരത്തെ എങ്ങനെയാണോ UDFിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പരിഗണന ലഭിച്ചത് അതേപോലെയുള്ള പരിഗണന ലഭിക്കും എന്ന ഉറപ്പാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. ഏതായാലും ഇനി ഈ കാര്യത്തിൽ ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസിന്റെ നേതാക്കളാണ് തീരുമാനമെടുക്കേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. നിലവിൽ LDFിനകത്ത് ഈ കക്ഷികളൊക്കെ അസംതൃപ്തരാണെന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് UDF ഇങ്ങനെ നീക്കം സജീവമാക്കിയത്. റോഷിപാൽ, ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കാര്യം പോലെ തന്നെ RJDയുടെ വിഷയം, RJDക്കും അസംതൃപ്തിയുണ്ട് എന്നുള്ള പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് നേരത്തെ LDFിൽ പല ഘട്ടങ്ങളിലായി അവർ ആ പ്രതികരണം നടത്തിയിട്ടുമുള്ളതാണ്. പക്ഷേ UDFിലേക്ക് വരുമ്പോൾ എന്താണ് അവർക്ക് വെച്ചു നീട്ടുക എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. വടകര ഇനി RJDക്ക് നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സീറ്റുകൾ ഏത് എന്ന ആവശ്യമടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ റോഷിപാൽ? സ്മൃതി, ഇക്കാര്യത്തിൽ നേരത്തെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ചർച്ചകൾ നടന്നതാണ്. RJD UDFിലേക്ക് വരികയാണെങ്കിൽ അവർ നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്ന 2 സീറ്റുകൾ, ഒന്ന് അത് കൽപ്പറ്റയും രണ്ടാമത്തേത് വടകരയുമാണ്. 2 സീറ്റും വിട്ടു നൽകാൻ കഴിയില്ല. അതൊരു പ്രതിസന്ധിയാണെങ്കിലും RJDക്ക് വിജയ സാധ്യതയുള്ള മറ്റ് സീറ്റുകൾ നൽകി RJDയെ UDFിലേക്ക് എത്തിക്കാനുള്ള ആലോചനയുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതാക്കൾ RJD അവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ചു. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോഴും നീക്കം സജീവമാണ്. പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലും ഒപ്പം മലയോര മേഖലയിലടക്കം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുള്ള
സ്വാധീനം അത് ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ആലോചന. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി UDF-നൊപ്പം ഉണ്ടെങ്കിൽ അത് കൂടുതൽ കരുത്താകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത രഹസ്യ നീക്കം അത് സജീവമാക്കുന്നത്. ഏറെ വൈകാതെ ആ നീക്കത്തിന്റെ റിസൾട്ട് ഉണ്ടാകും, ഫലമുണ്ടാകും എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ശരി, റഹീസ് ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരായ സത്യഗ്രഹ സമരം. അതിൽ ജോസ് കെ മാണി എത്തിയിട്ടില്ല. എന്നാൽ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ എത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ജോസ് കെ മാണി വിട്ടുനിൽക്കുന്നതിനെ ഒരു UDF-ലേക്കുള്ള പോക്കിന്റെ തുടക്കമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? കഴിഞ്ഞ 2 LDF യോഗത്തിലും അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലെന്ന് നമുക്ക് അറിയാനാകുന്നുണ്ടോ? സ്മൃതി, മുന്നണി മാറ്റ ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു. ഒപ്പം കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ വസതിയിൽ ചേർന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MLA-മാരടക്കമുള്ള ആളുകൾ UDF-ലേക്ക് പോകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അതിനെ പൂർണ്ണമായും ജോസ് കെ മാണി എതിർക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതിനിടയിലാണ് LDF-നെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ പരിപാടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും LDF-ന്റെ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിലുള്ള കേന്ദ്രത്തിനെതിരെയുള്ള സത്യാഗ്രഹ സമരം. ആ സത്യാഗ്രഹ സമരത്തിൽ നിന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണി വിട്ടുനിൽക്കുന്നത്. ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ചെയർമാൻ എന്നതിനപ്പുറം ലോക്സഭയിലെ രാജ്യസഭയിലെ LDF-ന്റെ ഒരു പ്രതിനിധി കൂടിയാണ്. ആ അർത്ഥത്തിൽ കൂടി അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഇടുക്കി MLA-യും എമ്മിന്റെ മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ വേദിയിലുണ്ട്. ഗവൺമെന്റ് ചീഫ് വിപ്പ് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ N ജയരാജ് സദസ്സിലിരിപ്പുണ്ട്. ഒപ്പം ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ സദസ്സിലുണ്ട്. റാന്നി MLA പ്രമോദ് നാരായണനും സദസ്സിലുണ്ട്. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത്.